ഹലോ ഗൈസ്, ഇപ്പോൾ ഫിഷിംഗ് ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫിഷിംഗ് ആണ്. ഇപ്പോൾ സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ കണ്ണൻ കടവ് എന്നാണ് ഒരു കടവാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്താ സ്ഥിതി എന്നുള്ളതെന്ന് അറിയില്ല. നമ്മൾ ഒരു കമ്പനിക്കാരൻ്റെ ഇതിൽ വന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഓയിസ്റ്ററൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഓയിസ്റ്ററിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ നല്ല രീതിയിൽ ആളുകൾ അവിടെ നിന്ന് ഓയിസ്റ്ററിനൊക്കെ പിടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വേലിയേറ്റാണെന്ന് തോന്നുന്നു. ഒരു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുക്കുണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് മീൻ കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ ഒന്ന് മെയിനായിട്ട് നമ്മൾ ബെയ്റ്റ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഞണ്ടുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ അതെങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ചെമ്പല്ലീന അതുപോലെ തന്നെ ഹമോറിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഞണ്ടിനെ പിടിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നേരെ അതിലേക്ക് തിരിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഏറ് ചൂണ്ട ട്രൈ ചെയ്യാം. എന്ന് വെച്ചാൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഞണ്ടിനെ കിട്ടാൻ ചാൻസ് കൂടും. അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് ഒരു ഏറ് ചൂണ്ട ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും മീൻ ഉണ്ടോ എന്ന് നോക്കാം. അത് നമ്മൾ ബെയ്റ്റായിട്ട് ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. അധികം ചെമ്പല്ലിക്കാണ് ഉണ്ടാകുക. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുളത്തെന്ന് വെച്ചാൽ 11 നമ്പർ കുളത്താണ്. അപ്പോൾ ഇത് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ്. കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കയറി ചൂണ്ടിയാണ്. കുറച്ച് ലോങ്ങിലേക്ക് നിന്നുണ്ട്. ഇവിടെ അടുത്തെവിടെയെങ്കിലും ടൈ വീഡിയോ കൊടുങ്ങല്ലേ അടി അപ്പുറത്തെ ഇവിടെ ഇപ്പോൾ ഒരു ചോലുള്ള സ്ഥലം വെച്ചു. ഇത്രയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ ഒന്ന് മൈദപ്പൊടി വെച്ചിട്ടൊരു കഴിച്ചുകൊണ്ടൊന്ന് പ്രയോഗിക്കുക. കരിമീനൊക്കെ ഉണ്ടാകുന്ന വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഏറെ ചൂടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഹമോറിന് കിട്ടി. ആറ്റ് ഹമൂർ, ആറ്റ് ചെമ്പല്ലി എന്നൊക്കെ പറയുമ്പോൾ ആറ്റ് ഹമൂർ. അതാ അമ്മൂറ്. അമ്മൂറിന് വേണ്ടിയിട്ടല്ല എത്രയും കാലം പോകുന്നത്. ഇതിനെ വലുതിനെ പിടിക്കണം കടലിലൊക്കെ ഉണ്ടാകില്ലല്ലോ. നാമൂറല്ല അതെടുത്ത് അതിലുണ്ടാ ചിലപ്പോ. എല്ലാം എന്തുവാ അപ്പോൾ അതൊരു വറ്റേൻ്റെ കുട്ടീനെ കിട്ടി. നോക്കാം ചെമ്മീനെ കിട്ടി.
ഒരു ഏട്ടനെ കിട്ടി. കൊത്തി കളിക്കുന്നേ. അപ്പോൾ അതാ ഒരു ചെമ്പല്ലിനെ കൂടി കിട്ടിക്കുമ്പോൾ അപ്പോൾ നല്ല സൈസുള്ളൊരു ചെമ്പല്ലിനെ കിട്ടി. ഓക്കെ എൽട്ടോ. ഷോർട്സ് വലയെടുത്തിക്കില്ല. വരടൂ വേമ്പാ. വലിപ്പുണ്ടോ? വീടുണ്ട്. ഇല്ലടാ മിസ്സായി. ഇല്ല. നമ്മൾ അപ്പോൾ ഗൈസ് ഈ രാത്രി സമയം നല്ല രീതിയിൽ വേലിയേറ്റ് കളയാൻ കൊണ്ട് ഞണ്ടിനെങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മളപ്പുറം ഒന്ന് കോയിത്തല വെച്ചിട്ട് ഒന്ന് ഇട്ട് നോക്കി. ഇപ്പോൾ നാളെ പോയി നോക്കാം. അല്ല അത് വീഡിയോ എപ്പോഴും കാണിച്ചില്ല. കോഴിത്തരം ഇട്ടോടോ ഇട്ടോടോ. സെറ്റ് സാധനം സെറ്റ് സാധനം എന്ന് പറഞ്ഞാൽ സെറ്റ് സാധനം. അടുത്തന്നെ ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ അത് 2 വരി അങ്ങോട്ടാ. 10 മിനിറ്റ് 5 മിനിറ്റ് പറ്റുമോ? ഹലോ കൊമ്പ് വീതിക്കല്ല, അങ്ങനെ വീതിക്കാം കേട്ടോ. രണ്ടാം ചോട്ടിക്കോ. അതാണ് പിടിച്ചി കുഴപ്പമില്ല. പോയോ ചവിട്ടിയോട് വിട്ടോ. ഞാൻ വിട്ടിട്ട് കാര്യല്ല, അത് വിടണ്ടേ. വിടുമോനെ അമ്പാനെ അത് ഓഫ് ചെയ്. ഇതെന്തുണ്ട് ഉണ്ടോ? നല്ല എടുത്ത് തരണേ. വലയൊക്കെ റെഡിയാ. കല്ലിൻ്റെ വലിപ്പാട് കൂടി. വണ്ടീൻ്റെ ബാക്കിൽ ടയറിൻ്റെ അടുത്ത് ചവിട്ടിയും പിടിച്ചോ. പിടിച്ചോ. എന്തോ സമരം ചെയ്യുന്നതിനോട് മദ്ദാവും 2 മാസം വളർത്തിയാൽ. ഏത് അത് ഇതോ എടേ മദ്ദായി ശരീരം ആയി വരുന്നുള്ളൂ. എന്നാ കയ്യൊക്കെ എൻ്റെ കയ്യല്ലേ 3% ലൈറ്റ് എത്തിയല്ലേ? പിടിച്ചില്ലേ? ഇതെല്ലാം എല്ലാം കൂടി ഉണ്ടാലോ. ഒരു ചിറ്റാനും പിറ്റാനും ഇതല്ല മറ്റേ സാധനം ഇവിടെ ഉണ്ട്. നിങ്ങൾ അല്ല എല്ലാം കൂടി എന്തിനാ എല്ലാം ഉള്ളല്ലേ? അല്ല ഒരു ഏട്ടല്ലേ നീ പിന്നെ പിടിച്ച കുറെ ഇതല്ലേ
ചിന്തനുണ്ടോ? ആ ഉണ്ടല്ലേ. പോരെ അമ്പാടി ഭയങ്കര ദിവസമായി. ഓനെന്തിനാ മീന് കളർ മതി.